ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. റാഗി വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കാനായിട്ട് 1/2 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. അതിലേക്ക് 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പും 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളച്ചു വരണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച 1/2 കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി റാഗിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. റാഗി കൊണ്ട് എന്നും ഒരുപോലത്തെ റെസിപ്പീസ് തയ്യാറാക്കാതെ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ മടുപ്പില്ലാതെ കഴിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ റാഗി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം. ഇനി വേണ്ടത് മുരിങ്ങാക്കോലാണ്. ഒരു വലിയ മുരിങ്ങാക്കോൽ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ രണ്ടായിട്ട് മുറിച്ചെടുക്കാം. ഒരുപാട് മൂത്തുപോയ മുരിങ്ങാക്കോല് ഇതിനായിട്ട് എടുക്കരുത്. അങ്ങനെ ആയാൽ അതിൻ്റെ ഉള്ളിലുള്ള ആ കുരുവൊക്കെ വെന്ത് കിട്ടാനായിട്ട് പാടായിരിക്കും. ഇനി ഈ മുരിങ്ങാക്കോലിൻ്റെ ഉള്ളിലെ കാമ്പെല്ലാം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ എടുക്കാം. ഇപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന റാഗി മാവിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ചൂട് മുഴുവനായിട്ടും പോയിട്ടില്ല. കൈകൊണ്ട് തൊടാവുന്ന ഒരു പരുവായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യോടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ തടവി കൊടുക്കാം. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അതിൻ്റെ നടുക്ക് നമ്മൾ വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു ഷേപ്പിൽ കിട്ടും നമുക്ക്. എല്ലാ മാവും ഈ ഒരു ഷേപ്പിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. ഈ ഷേപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. വെറുതെ ബോൾസ് ആക്കി എടുത്താലും മതിയാവും. ഇപ്പോൾ എല്ലാ മാവും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കണം. അതിനായിട്ട് ഞാനൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. സ്റ്റീൽ പാത്രത്തിൽ ആദ്യം തന്നെ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി എടുത്ത മാവെല്ലാം അതിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഞാനിവിടെ ഇതൊരു ഇഡ്ഡലി പാത്രത്തിലാണ് ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവി വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നന്നായിട്ട് തന്നെ ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് വെച്ച് കൊടുത്തു. ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. 6-7 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. 3-4 കറിവേപ്പില വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതും ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. ഇതിന് പകരമായിട്ട് ഒരു വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇനി വേണ്ടത് ചെറിയുള്ളിയാണ്. 5-6 ചെറിയുള്ളി വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതും ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. റാഗിപ്പൊടി കുഴച്ചെടുത്തപ്പോൾ അതിനാവശ്യമായ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഉള്ളി വഴന്ന് കിട്ടാൻ ആവശ്യമായ ഒരു നുള്ള് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മുരിങ്ങാക്കോലിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം ചുരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടണം. 1 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോഴേക്കും വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും മഞ്ഞൾപ്പൊടി ഒന്ന് മൊരിഞ്ഞ് കിട്ടും. ഈ സമയത്ത് ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. തേങ്ങയും ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയിലുള്ള വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. തേങ്ങയുടെ കളറൊന്നും മാറിപ്പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് നേരത്തെ ആവിയിൽ വേവിച്ച് വെച്ച റാഗി ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലകളുടെ ഫ്ലേവർ എല്ലാം റാഗിയിലോട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. ഇതിൻ്റെ ആ വറവിലാണ് ഇതിന് ടേസ്റ്റ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്